ജോ ബൈഡൻ അഴിമതിക്കാരനും ഭയങ്കരനുമായ പ്രസിഡന്റായിരുന്നെന്ന് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. 2022 താനായിരുന്നു യുഎസ് പ്രസിഡന്റെങ്കിൽ റഷ്യ-യുക്രൈൻ യുദ്ധം ഉണ്ടാകുമായിരുന്നില്ലെന്നും ട്രംപ് പറഞ്ഞു. വൈറ്റ് ഹൌസിൽ യുക്രൈൻ പ്രസിഡന്റ് വോളോഡിമർ സെലൻസ്കി യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കൂടിക്കാഴ്ചയ്ക്ക് മുൻപ് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. യുക്രൈന് യുഎസ് നൽകിക്കൊണ്ടിരിക്കുന്ന സഹായം സംബന്ധിച്ച ചോദ്യത്തിന് ആയുധങ്ങൾ നൽകുന്നതല്ലാതെ പണമൊന്നും യുക്രൈന് നൽകുന്നില്ലെന്ന് ട്രംപിന്റെ പ്രതികരണം. $100 കോടി ഇതിനോടകം യുക്രൈന് യുഎസ് നൽകിയതെന്നും ഇനി എത്രയാണ് നൽകാൻ ഉദ്ദേശിക്കുന്നതെന്നും മാധ്യമപ്രവർത്തകന്റെ ചോദ്യത്തിന് $300 ബില്യൺ നൽകിയിട്ടുണ്ടെന്നും ജോ ബൈഡന്റെ കാലത്തായിരുന്നു അതെന്നും ട്രംപ് പറഞ്ഞു. അഴിമതിക്കാരനായിരുന്നു ബൈഡൻ, ബുദ്ധിയില്ലാത്ത മനുഷ്യൻ, അഴിമതി നിറഞ്ഞ ഭരണമായിരുന്നു. റഷ്യ-യുക്രൈൻ യുദ്ധത്തിൽ അനവധി ജനങ്ങളും സൈനികരും കൊല്ലപ്പെട്ടു. യുദ്ധം അവസാനിപ്പിക്കാൻ ബൈഡൻ പ്രവർത്തിച്ചില്ല. 2022 താനായിരുന്നു യുഎസ് പ്രസിഡന്റെങ്കിൽ റഷ്യ-യുക്രൈൻ യുദ്ധം ഉണ്ടാകുമായിരുന്നില്ല. അഴിമതിക്കാരനും ഭയങ്കരനുമായ പ്രസിഡന്റായിരുന്നു ബൈഡൻ, ട്രംപ് പറഞ്ഞു. ഇന്ത്യക്കെതിരെ വീണ്ടും പെരും നുണയുമായി പാക് സൈനിക മേധാവി അസിം മുനീർ. ഇന്ത്യ-പാക് സംഘർഷത്തിനിടെ വെടിനിർത്തലിനായി ഇന്ത്യ യാചിച്ചെന്നും ഇടപെടാൻ യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനോട് അപേക്ഷിച്ചെന്നുമാണ് പാക് സൈനിക മേധാവിയുടെ വാദം. ബെൽജിയത്തിലെ ബ്രസൽസിൽ പാക് പ്രവാസികളെ അഭിസംബോധന ചെയ്യുമ്പോഴായിരുന്നു അദ്ദേഹത്തിന്റെ പ്രസ്താവന. ഇന്ത്യക്ക് കനത്ത തിരിച്ചടി നൽകിയെന്നും വിമാനങ്ങൾ വീഴ്ത്തിയെന്നും അവകാശപ്പെട്ട സൈനിക മേധാവി പാകിസ്ഥാൻ ലോകരാഷ്ട്രങ്ങളുടെ ആദരവ് ഏറ്റുവാങ്ങിയെന്നും അവകാശപ്പെട്ടു. ബ്രസൽസിൽ 500-ലേറെ പാക് വംശജരുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് അസിം മുനീർ പച്ചനുണകൾ ആവർത്തിച്ചത്. ഓഗസ്റ്റ് 11 നടത്തിയ പരിപാടി റെക്കോർഡ് ചെയ്യരുതെന്നും പങ്കെടുക്കുന്നവർ മൊബൈൽ ഫോൺ കൊണ്ടുവരരുതെന്നും കർശന നിർദ്ദേശം ഉണ്ടായിരുന്നു. ഓപ്പറേഷൻ സിന്ദൂരിൽ കനത്ത തിരിച്ചടിയേറ്റതിന് പിന്നാലെ പാകിസ്ഥാനാണ് വെടിനിർത്തൽ ആവശ്യം ഉന്നയിച്ചതെന്ന് യാഥാർത്ഥ്യം നിലനിൽക്കെയാണ് സൈനിക മേധാവി പച്ചക്കള്ളം പറഞ്ഞത്. മെയ് 10 യുഎസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ഇന്ത്യൻ വിദേശകാര്യമന്ത്രി ജയശങ്കറിനെ വിളിച്ചാണ് പാകിസ്ഥാൻ വെടിനിർത്തലിന് അപേക്ഷിക്കുന്ന കാര്യം അറിയിച്ചത്. രാവൽപിണ്ടിയിലെ തന്ത്രപ്രധാനമായ നൂർ ഖാൻ വ്യോമതാവളം ഇന്ത്യൻ സൈന്യം ആക്രമിച്ചതിന് പിന്നാലെയായിരുന്നു ഇത്. വെടിനിർത്തൽ ആവശ്യം പാക് സൈനിക ഡയറക്ടർ ജനറൽ നേരിട്ട് ഉന്നയിക്കട്ടെ എന്നായിരുന്നു ഇന്ത്യ സ്വീകരിച്ച നിലപാട്. തുടർന്ന് നടത്തിയ സംഭാഷണങ്ങൾക്കൊടുവിലാണ് വെടിനിർത്തൽ യാഥാർത്ഥ്യമായത്. മൂന്നാം കക്ഷിയുടെ ഇടപെടൽ ഉണ്ടായിട്ടില്ലെന്നും ഇന്ത്യ വ്യക്തമാക്കിയിരുന്നു. നേരത്തെയും നിരവധി വ്യാജ അവകാശങ്ങളും ഇന്ത്യക്ക് നേരെ പ്രകോപനങ്ങളും അസിം മുനീർ ഉയർത്തിയിരുന്നു. ഭാവിയിൽ ഇന്ത്യയുമായി സൈനിക ഏറ്റുമുട്ടൽ ഉണ്ടായാൽ ഗുജറാത്തിലെ ജാംനഗറിലുള്ള റിലയൻസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡിന്റെ റിഫൈനറി ആക്രമിക്കുമെന്നായിരുന്നു ഒരു ഭീഷണി. യുഎസിലെ പാക് പ്രവാസികളെ അഭിസംബോധന ചെയ്തുകൊണ്ട് നടത്തിയ പ്രസംഗത്തിലായിരുന്നു ഇത്. തങ്ങളുടെ നിലനിൽപ്പിനു ഭീഷണി നേരിടുകയാണെങ്കിൽ ഇന്ത്യയെ ആണവയുദ്ധത്തിലേക്ക് തള്ളിവിടാൻ മടിക്കില്ലെന്നും അദ്ദേഹം വീരവാദം മുഴക്കിയിരുന്നു. ഇന്ത്യക്ക് വളവും അപൂർവ ഭൗമധാതുക്കളും തുരങ്ക നിർമ്മാണത്തിനുള്ള വൻകിട യന്ത്രങ്ങളും നൽകുന്നത് പുനരാരംഭിക്കാൻ ചൈന തയ്യാറാണെന്ന് ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യി. 2 ദിവസത്തെ ഇന്ത്യ സന്ദർശനത്തിനെത്തിയ വാങ് യി വിദേശകാര്യമന്ത്രി ജയശങ്കറുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് ഇക്കാര്യങ്ങൾ ചർച്ച ചെയ്തത്. ഇന്ത്യക്ക് ഏറെ ആവശ്യമുള്ള യൂറിയ, ഡൈ അമോണിയം ഫോസ്ഫേറ്റ്, DAP എന്നീ വളങ്ങളുടെയും അപൂർവ ഭൗമധാതുക്കളുടെയും തുരങ്ക നിർമ്മാണ യന്ത്രങ്ങളുടെയും വിതരണം പുനഃസ്ഥാപിക്കുന്ന കാര്യം കഴിഞ്ഞ മാസം ചൈന സന്ദർശനത്തിനിടെ ജയശങ്കർ ഉന്നയിച്ചിരുന്നു. അതേസമയം ഇരു രാജ്യങ്ങൾക്കുമിടയിലുള്ള അതിർത്തി പ്രശ്നങ്ങൾ ഇന്നലത്തെ ചർച്ചയിൽ വിഷയമായില്ല. ഇന്ന് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക പ്രതിനിധി സംഘത്തെ വാങ് യി കാണുന്നുണ്ട്. അതിർത്തി വിഷയങ്ങൾ ഈ കൂടിക്കാഴ്ചയിലാകും ചർച്ച ചെയ്യപ്പെടുക. ഇന്ന് വൈകിട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും വാങ് യി കാണും. അതേസമയം തൈവാൻ വിഷയത്തിൽ ഇന്ത്യയുടെ നിലപാടിൽ മാറ്റമില്ലെന്ന കാര്യം ജയശങ്കർ വാങ് യിയെ അറിയിച്ചു. യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നിലപാടുകൾ ഇരു മന്ത്രിമാരും നേരിട്ട് ചർച്ച ചെയ്തില്ലെങ്കിലും നിലവിലെ ആഗോള സാഹചര്യത്തിൽ ഇന്ത്യയും ചൈനയും ഒന്നിച്ചു നിൽക്കേണ്ടതിന്റെ കാര്യം കൂടിക്കാഴ്ചയിൽ ചർച്ചയായി. ഇന്ത്യക്ക് ആവശ്യമായ വളങ്ങളുടെ 30% ചൈനയിൽ നിന്നാണ് ഇറക്കുമതി ചെയ്തിരുന്നത്. വാഹന നിർമ്മാണത്തിന് ആവശ്യമായ ധാതുക്കളും റോഡ് നിർമ്മാണത്തിനും തുരങ്ക നിർമ്മാണത്തിനും ആവശ്യമായ കൂറ്റൻ യന്ത്രങ്ങളും വിതരണം ചെയ്തതും ചൈനയായിരുന്നു. എന്നാൽ അതിർത്തിയിലെ സംഘർഷ സാഹചര്യത്തിൽ 1 വർഷം മുൻപാണ് ഇവയുടെ ഇറക്കുമതി ചൈന നിർത്തിയത്. മാധ്യമപ്രവർത്തകരായ സിദ്ധാർത്ഥ് വരദരാജനും കരൺ ഥാപ്പറുമെതിരെയും അസം പോലീസ് കേസെടുത്തു. ഇരുവർക്കും ഗുവാഹത്തി പോലീസ് സമൻസ് അയച്ചു. ഏതു കേസിലാണ് സമൻസ് അയച്ചതെന്ന് പോലീസ് വ്യക്തമാക്കിയിട്ടില്ല.
ഓഗസ്റ്റ് 22-ന് ഹാജരാകാൻ നിർദ്ദേശിച്ചതായി വാർത്താ ഏജൻസിയായ PTI റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നിലവിലെ അന്വേഷണവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അറിയാൻ ഇരുവരെയും ചോദ്യം ചെയ്യാനുണ്ടെന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. കേസിന്റെ കാര്യങ്ങൾ പോലീസ് വിശദീകരിച്ചിട്ടില്ലെന്നാണ് PTI പറയുന്നത്. വരദരാജന് ഓഗസ്റ്റ് 14-നാണ് നോട്ടീസ് ലഭിച്ചത്. കരൺ ഥാപ്പറിന് ഇന്നലെയും. നോട്ടീസിലെ നിർദ്ദേശങ്ങൾ അനുസരിക്കാതിരുന്നാൽ അറസ്റ്റ് ചെയ്യുമെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. ക്രൈംബ്രാഞ്ച് ഇൻസ്പെക്ടറാണ് സമൻസ് അയച്ചത്. ഭാരതീയ ന്യായ സംഹിതയിലെ 152, 196, 197, 1D, 3-6 സംഹിതയുടെ ഭരണഘടനാപരമായ സാധുത ചോദ്യം ചെയ്തുകൊണ്ടുള്ള പ്രസ്താവനയ്ക്കും സെക്ഷൻ 353 പ്രകാരമുള്ള കേസുമാണ്. പെരുമ്പാവൂരിൽ കൊല്ലപ്പെട്ട നിയമവിദ്യാർത്ഥിനിയുടെ മാതാവിനെ ഹൈക്കോടതിയിലേക്ക് അതിക്രമിച്ച് കയറാൻ ശ്രമിച്ചെന്ന കേസിൽ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇന്നലെ ഉച്ചയ്ക്ക് 12 മണിക്കാണ് മകളുടെ കേസുമായി ബന്ധപ്പെട്ട ജഡ്ജിമാരെ നേരിൽ കണ്ട് സംസാരിക്കണമെന്നാവശ്യപ്പെട്ട് ഇവർ ഹൈക്കോടതി കവാടത്തിലെത്തിയത്. ബഹളമുണ്ടാക്കിയതോടെ സുരക്ഷാ ഉദ്യോഗസ്ഥർ തടഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ വിവരമറിയിച്ചു. വനിതാ പോലീസ് എത്തി സ്റ്റേഷനിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുകയും അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം ജാമ്യത്തിൽ വിട്ടയക്കുകയും ചെയ്തു. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഭരണപരമായ കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടർ നെറ്റ്വർക്കിൽ നിന്ന് വിവരങ്ങൾ ചോർത്തിയെന്ന സംശയത്തിൽ സൈബർ പോലീസ്. പൂജ, നിവേദ്യം തുടങ്ങിയവ ബുക്ക് ചെയ്യുന്നതിനുള്ള കമ്പ്യൂട്ടർ ഉപയോഗിക്കാനായി പുതിയ യൂസർ നെയിമും പാസ്വേഡും സജ്ജമാക്കിയെങ്കിലും ഉപയോഗിക്കാൻ കഴിഞ്ഞില്ല. അതേസമയം മുൻ ജീവനക്കാരൻ ഉപയോഗിച്ചിരുന്ന യൂസർ നെയിമും പാസ്വേഡും നിലവിൽ പ്രവർത്തനക്ഷമമാണെന്നും പോലീസ് സ്ഥിരീകരിച്ചു. അതേസമയം ക്ഷേത്ര സുരക്ഷയ്ക്കായി ഉപയോഗിക്കുന്ന നെറ്റ്വർക്ക് സുരക്ഷിതമാണെന്നും പോലീസ് അറിയിച്ചു. ഓൺലൈൻ ഇടപാടുകൾ നടത്തിയിരുന്ന പഴയ ജീവനക്കാരനെ മാറ്റി കഴിഞ്ഞ ജൂണിലാണ് പുതിയ ആളെ നിയമിച്ചത്. പുതിയ ജീവനക്കാരൻ ചുമതലയേറ്റതിന് പിന്നാലെ പുതിയ യൂസർ നെയിമും പാസ്വേഡും സജ്ജമാക്കി. എന്നാൽ ഇത് പ്രവർത്തിപ്പിക്കാൻ കഴിഞ്ഞില്ല എന്നാണ്. പഴയ യൂസർ നെയിമും പാസ്വേഡും ഉപയോഗിച്ച് ലക്ഷക്കണക്കിന് രൂപ കൈകാര്യം ചെയ്യുന്ന നെറ്റ്വർക്കിലെ വിവരങ്ങൾ ചോർത്തിയെന്ന വിലയിരുത്തലിലാണ് ക്ഷേത്ര അധികൃതർ. കൂടുതൽ ലോഗിൻ വിവരങ്ങൾ ശേഖരിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് സൈബർ പോലീസ്. കമ്പ്യൂട്ടർ ഫോറൻസിക് പരിശോധനയ്ക്കും അയക്കാൻ ചെയ്യും. ക്ഷേത്ര എക്സിക്യൂട്ടീവ് ഓഫീസർ, കമ്പ്യൂട്ടർ വിഭാഗത്തിന്റെ ചുമതലയുള്ളവർ എന്നിവരുടെ മൊഴി രേഖപ്പെടുത്തി ചുമതലയിൽ നിന്ന് മാറ്റി ജീവനക്കാരൻ ഉൾപ്പെടെ കൂടുതൽ പേരെ ഉടൻ ചോദ്യം ചെയ്യുമെന്ന് പോലീസ് അറിയിച്ചു. ആലുവയിൽ 5 വയസ്സുകാരിയെ പീഡിപ്പിച്ചു കൊല നടത്തിയ പ്രതിക്ക് വിയ്യൂർ ജയിലിൽ മർദ്ദനം. ബീഹാർ സ്വദേശി അസഫാഖ് ആലത്തിനാണ് മർദ്ദനമേറ്റത്. ഇന്നലെ സഹതടവുകാരനുമായിരുന്നു അസഫാഖ് അടിയുണ്ടാക്കിയത്. സഹതടവുകാരൻ റഹിലാൽ സ്പൂൺ ഉപയോഗിച്ച് തലയിൽ അടിച്ചതിനെ തുടർന്ന് പരിക്കേറ്റ് അസഫാഖിനെ ആശുപത്രിയെ ചികിത്സയ്ക്ക് ശേഷം സെല്ലിലടച്ചു. തലയിൽ തുന്നലിടേണ്ടി വന്നു. അസഫാഖ് ആലത്തിന്റെ പരാതിയിൽ പോലീസ് കേസെടുത്തു. ഇരുവരെയും ജയിൽ മാറ്റുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട്. ആലുവയിൽ അതിഥി തൊഴിലാളി കുടുംബത്തിലെ 5 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ചു കൊല നടത്തിയ പ്രതിക്ക് വയ്യൂർ ജയിലിൽ മർദ്ദനമേറ്റെന്ന് സംശയത്തിലാണ് പോലീസ്. ബീഹാർ സ്വദേശി അസഫാഖ് ആലത്തിനാണ് മർദ്ദനമേറ്റത്. ഇന്നലെ സഹതടവുകാരനുമായിരുന്നു അസഫാഖ് അടിയുണ്ടാക്കിയത്. സഹതടവുകാരൻ റഹിലാൽ സ്പൂൺ ഉപയോഗിച്ച് തലയിൽ അടിച്ചതിനെ തുടർന്ന് പരിക്കേറ്റ് അസഫാഖിനെ ആശുപത്രിയിലെ ചികിത്സയ്ക്ക് ശേഷം സെല്ലിൽ അടച്ചിരുന്നു. തലയിൽ തുന്നലിടേണ്ടി വന്നു. അസഫാഖ് ആലത്തിന്റെ പരാതിയിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഇരുവരെയും ജയിൽ മാറ്റുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട്. ആലുവയിൽ അതിഥി തൊഴിലാളി കുടുംബത്തിലെ 5 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച് കൊല നടത്തിയ കേസിൽ അസഫാഖ് ആലത്തിനെ മരണം വരെ തൂക്കിലേറ്റാൻ വിചാരണ കോടതി വിധിച്ചിരുന്നു. 3 പോക്സോ കുറ്റങ്ങളിൽ 5 ജീവപര്യന്തവും വിധിച്ചു. ഇതനുസരിച്ച് ജീവിതാവസാനം വരെ ജയിലിൽ കഴിയണം. 2023 ജൂലൈ 28-നാണ് കുറ്റകൃത്യം നടന്നത്. അന്നു രാത്രി തന്നെ പ്രതിയെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് റെക്കോർഡ് വേഗത്തിൽ അന്വേഷണം പൂർത്തിയാക്കി കുറ്റപത്രം സമർപ്പിച്ചു. അതീവ ഗൗരവമുള്ള കേസായി പരിഗണിച്ച് അതിവേഗത്തിൽ വിചാരണ പൂർത്തിയാക്കുകയായിരുന്നു. അസഫാഖ് ആലം മാത്രമാണ് കേസിലെ പ്രതി. കുഞ്ഞിനെ അസഫാഖ് ആലം വിളിച്ചുകൊണ്ടുപോയി ക്രൂരമായ പീഡനത്തിന് ഇരയാക്കി കൊലപ്പെടുത്തിയെന്നാണ് കേസ്. ജൂലൈ 29-ന് രാവിലെ ആലുവ മാർക്കറ്റ് പരിസരത്ത് ചാക്കിൽ കെട്ടിയ നിലയിൽ കുട്ടിയുടെ മൃതദേഹം കണ്ടെത്തുകയായിരുന്നു. ലഹരിക്കടിമയായ പ്രതി കുട്ടിയെ കൂട്ടിക്കൊണ്ടുപോയി ജ്യൂസ് വാങ്ങി നൽകിയ ശേഷമാണ് ലൈംഗിക അതിക്രമത്തിന് ഇരയാക്കി കൊലപ്പെടുത്തിയത്. ടേക്ക് ഓഫിന് തൊട്ടു മുൻപ് ഇൻഡിഗോയുടെ ഫസ്റ്റ് ഓഫീസർ അഥവാ സഹ പൈലറ്റ് അനുവാദം കൂടാതെ ശുചാലയത്തിൽ പ്രവേശിക്കാൻ ശ്രമിച്ചുവെന്ന് യുവതിയുടെ ആരോപണം. സ്വർണ്ണ വ്യാപാര സ്ഥാപനമായ സേഫ് ഗോൾഡിന്റെ സഹസ്ഥാപികയും ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സ് പൂർവ്വ വിദ്യാർത്ഥിയുമായ റിയ ചാറ്റർജിയാണ് തനിക്ക് നേരിട്ട ദുരനുഭവം സമൂഹമാധ്യമത്തിൽ കുറിച്ചത്. ഇൻഡിഗോയുടെ സഹ പൈലറ്റ് താൻ ശുചാലയം ഉപയോഗിക്കുമ്പോൾ അകത്തേക്ക് നോക്കിയെന്നും എന്നാൽ സംഭവം അത്ര കാര്യമായി എടുക്കേണ്ടതില്ലെന്നാണ് എയർലൈൻസിന്റെ നിലപാട് എന്നും യുവതി വെളിപ്പെടുത്തി. ഓഗസ്റ്റ് 8-ന് രാത്രിയാണ് റിയ വിമാനത്തിൽ യാത്ര ചെയ്തത്. വിമാനത്തിന്റെ മുൻഭാഗത്തെ ശുചാലയമാണ് റിയ ഉപയോഗിച്ചത്.
വാതിൽ അകത്തുനിന്ന് പൂട്ടിയിരുന്നെങ്കിലും പുറത്തുനിന്ന് ആരോ മുട്ടുന്നത് കേട്ടപ്പോൾ റിയ പ്രതികരിച്ചു. പിന്നീട് വീണ്ടും വാതിലിൽ മുട്ടുന്നത് കേട്ട് ഉറക്കെ പ്രതികരിക്കുന്നതിന് മുൻപ് തന്നെ വാതിൽ ബലമായി തുറന്നും പുരുഷ ജീവനക്കാരൻ അകത്തേക്ക് നോക്കുകയും ചെയ്തു. ഓ എന്ന് മാത്രം പറഞ്ഞ അയാൾ വാതിലടച്ചു എന്നും റിയ പറയുന്നു. അപമാനം കാരണം തല കുനിക്കുപോയെന്നും 90 മിനിറ്റ് നീണ്ട യാത്രയിൽ തനിക്ക് അസ്വസ്ഥത അനുഭവപ്പെട്ടുവെന്നും റിയ പറയുന്നു. തന്റെ ദുരനുഭവം വിവരിച്ചപ്പോൾ മറ്റു ജീവനക്കാർ സംഭവം നിസ്സാരവൽക്കരിച്ചു. അസൗകര്യമുണ്ടായതിൽ ക്ഷമ ചോദിക്കുന്നു എന്ന് മാത്രം പറഞ്ഞു. അയാൾ ഒന്നും കണ്ടിട്ടില്ലെന്ന് ഉറപ്പുണ്ടെന്നും ജീവനക്കാർ പറഞ്ഞുവെന്നും റിയ ആരോപിച്ചു. വിമാനത്തിന്റെ ക്യാപ്റ്റനെയും ഫസ്റ്റ് ഓഫീസറെയും വിളിക്കാൻ ആവശ്യപ്പെട്ടെങ്കിലും അവരെ കോക്പിറ്റിൽ പോയി കാണാനാണ് ജീവനക്കാർ നിർദ്ദേശിച്ചത്. അത് കൂടുതൽ ആശങ്കയുണ്ടാക്കി. വിമാനം നിലത്തിറങ്ങിയ ശേഷം ഇൻഡിഗോയുടെ നേതൃത്വവുമായി ബന്ധപ്പെട്ടു. എന്നാൽ സംഭവത്തിൽ ജീവനക്കാരൻ ഖേദം രേഖപ്പെടുത്തിയെന്ന് മാത്രമാണ് മറുപടി ലഭിച്ചത്. നഷ്ടപരിഹാരമായി വിമാന ടിക്കറ്റിന്റെ പണവും വൗച്ചറുകളും നൽകാമെന്നും അറിയിച്ചു. ഞാൻ നഷ്ടപരിഹാരത്തിനു വേണ്ടിയല്ല പോസ്റ്റ് ഇട്ടത്. ചിറയൻകീഴ് റെയിൽവേ മേൽപ്പാലത്തിന്റെ നിർമ്മാണം 2 മാസത്തിനകം പൂർത്തിയാക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ്. കേരള റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ് കോർപ്പറേഷനും റെയിൽവേയും സത്വര നടപടികൾ സ്വീകരിക്കണമെന്നും ജില്ലാ കളക്ടർ നിർമ്മാണ പുരോഗതി നിരീക്ഷിക്കണമെന്നും കമ്മീഷൻ നിർദ്ദേശിച്ചു. നെഹ്റു ട്രോഫി വള്ളംകളിയുടെ പശ്ചാത്തലത്തിൽ ആഗസ്റ്റ് 30-ന് ആലപ്പുഴ ജില്ലയിൽ പ്രാദേശിക അവധി പ്രഖ്യാപിച്ച് കളക്ടർ. ജില്ലയിലെ ചേർത്തല, അമ്പലപ്പുഴ, കുട്ടനാട്, കാർത്തിലുപ്പള്ളി, ചെങ്ങന്നൂർ എന്നീ താലൂക്കുകളിലെ എല്ലാ സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും പ്രാദേശിക അവധി അനുവദിച്ചാണ് ജില്ലാ കളക്ടർ ഉത്തരവിട്ടത്. പത്തനാപുരത്ത് സ്വകാര്യ സ്കൂളിലെ ജീവനക്കാരനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. മലപ്പുറം പോത്തുകൾ സ്വദേശി ടോണി കെ തോമസ് ആണ് മരിച്ചത്. പത്തനാപുരം സെന്റ് സ്റ്റീഫൻസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഓഫീസ് അസിസ്റ്റന്റായിരുന്നു മരിച്ച ടോണി ഓൺലൈൻ ഗെയിമുകൾക്ക് അടിമയായിരുന്നുവെന്ന് ബന്ധുക്കൾ പറയുന്നു. തിമിംഗല ഛർദി എന്നറിയപ്പെടുന്ന ആംബർഗ്രീസുമായി 2 പേരെ കൊച്ചി സിറ്റി പോലീസ് പിടികൂടി. എറണാകുളം പുതുവൈപ്പ് സ്വദേശികളായ പുറക്കിൽ വീട്ടിൽ ജിനീഷ് 39, അഞ്ചുതൈക്കൽ വീട്ടിൽ സൗമിത്രൻ 38 എന്നിവരാണ് പിടിയിലായത്. ഇവരിൽ നിന്ന് 2 കോടി രൂപയിലേറെ മൂല്യം വരുന്ന 1.2 കിലോ ആംബർഗ്രീസ് പിടിച്ചെടുത്തു. വില പറഞ്ഞുറപ്പിച്ച് വിൽപ്പനയ്ക്കായി കൊണ്ടുപോകും വഴിയാണ് ഇവരെ പിടികൂടിയതെന്ന് കൊച്ചി സിറ്റി പോലീസ് അറിയിച്ചു. ആലപ്പുഴ ധൻബാദ് എക്സ്പ്രസിന്റെ ശുചിമുറിയുടെ വേസ്റ്റ് ബിന്നിൽ 4 മാസത്തോളം വളർച്ചയെത്തിയ ഭ്രൂണം കണ്ടെത്തിയ സംഭവത്തിൽ സംസ്ഥാനത്തിന് പുറത്തേക്കും അന്വേഷണം. ആന്ധ്ര, തമിഴ്നാട് സ്വദേശികളെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം. ട്രെയിനിന്റെ ശുചിമുറിയിലും രക്തം കണ്ടതായി ശുചീകരണ തൊഴിലാളികൾ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. ട്രെയിനിൽ വെച്ച് സ്വാഭാവികമായി അബോർഷൻ സംഭവിച്ചതോ അതല്ല എങ്കിൽ മെഡിസിൻ എടുത്ത ശേഷം അബോർഷൻ സമയത്ത് അത് ഒളിപ്പിക്കാൻ ട്രെയിൻ തിരഞ്ഞെടുത്തതോ ആകാമെന്നാണ് പോലീസിന്റെ പ്രാഥമിക വിലയിരുത്തൽ. ഇന്ത്യ സഖ്യത്തിന്റെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥി ആരെന്ന് ഇന്ന് പ്രഖ്യാപിക്കും. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെയുടെ വസതിയിൽ ഇന്ന് ഉച്ചയ്ക്ക് ചേരുന്ന യോഗത്തിന് ശേഷമാകും സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുക. ഇന്നലെ പ്രമുഖ നേതാക്കൾ നടത്തിയ ചർച്ചയിൽ ISRO മുൻ ശാസ്ത്രജ്ഞൻ M. അണ്ണാദുരൈയടക്കം ചില പേരുകൾ ചർച്ചയായി. ബഹിരാകാശ യാത്രയ്ക്ക് ശേഷം ഇന്ത്യയിൽ തിരിച്ചെത്തിയ ശുഭാംശു ശുക്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കണ്ടുമുട്ടി. ബഹിരാകാശ യാത്രയുടെ അനുഭവം ശുഭാംശു വിശദീകരിച്ചു. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്ന് പകർത്തിയ ചിത്രങ്ങൾ ശുഭാംശു പ്രധാനമന്ത്രിയെ കാണിച്ചു. ആക്സിയം 4 ദൗത്യത്തിന്റെ മിഷൻ പാച്ചും ബഹിരാകാശത്ത് കൊണ്ടുപോയ ഇന്ത്യൻ പതാകയും ശുഭാംശു പ്രധാനമന്ത്രിക്ക് സമ്മാനമായി നൽകി. ഇന്നത്തെ വിദ്യാർത്ഥികൾ നാളത്തെ സ്വാതന്ത്ര്യ പോരാളികളാണെന്ന് ഗൗതം അദാനി പറഞ്ഞു. IIT ഖരഗ്പൂരിൽ വിദ്യാർത്ഥികളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ലോകത്തെ യുദ്ധരീതികൾ സാങ്കേതിക വിദ്യയിൽ അധിഷ്ഠിതമായ അധികാര യുദ്ധങ്ങളിലേക്ക് മാറുകയാണെന്നും ഇതിനായുള്ള തയ്യാറെടുപ്പിൽ നമ്മുടെ ഇപ്പോഴത്തെ കഴിവ് നാളത്തെ നമ്മുടെ ഭാവി തീരുമാനിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഉത്തേജക മരുന്ന് പരീക്ഷണത്തിൽ കുടുങ്ങി മലയാളി അത്ലറ്റ്. ട്രിപ്പിൾ ജംപ് താരം ഷീന NVക്ക് നാഡയുടെ സസ്പെൻഷൻ. ഉത്തേജക മരുന്ന് പരീക്ഷണത്തിൽ പരാജയപ്പെട്ടതായി നാഡ വൃത്തങ്ങൾ അറിയിച്ചു. ഉത്തരാഖണ്ഡ് ദേശീയ ഗെയിംസിലും ഫെഡറേഷൻ കപ്പിലും മെഡൽ നേടിയിരുന്നു. പരിശീലകന്റെ പിഴവാണെന്ന് ഷീനയോട് അടുത്ത വൃത്തങ്ങൾ അറിയിച്ചു. തിരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ കടുത്ത ആരോപണവുമായി സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവ്. BJPക്ക് നേട്ടം ലഭിക്കാനായി പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട വോട്ടർമാരുടെ പേരുകൾ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വോട്ടർ പട്ടികയിൽ നിന്നും ഒഴിവാക്കുകയാണെന്ന് അദ്ദേഹം ആരോപിച്ചു. അസാമിലെ ദിമാ ഹസാവോ ജില്ലയിൽ മഹാബല എന്ന സ്വകാര്യ സിമന്റ് കമ്പനിക്ക് 3000 ബിഘ ആദിവാസി ഭൂമി ഖനന പ്രവർത്തനങ്ങൾക്കായി അനുവദിച്ച സംസ്ഥാന സർക്കാർ തീരുമാനത്തെ ഗുവാഹത്തി ഹൈക്കോടതി വിമർശിച്ചു. എന്തുകൊണ്ടാണ് സർക്കാർ കമ്പനിക്ക് ഇത്രയും വലിയ അളവിൽ ഭൂമി അനുവദിച്ചതെന്ന് ചോദിച്ച കോടതി സർക്കാർ നടപടി ന്യായീകരിക്കാൻ ശ്രമിച്ച കമ്പനിയുടെ അഭിഭാഷകയോട് പൊതുതാൽപര്യമാണ് കോടതിക്ക് പ്രധാനമെന്നും ഓർമ്മിപ്പിച്ചു. ധർമ്മസ്ഥലയിൽ സമ്മർദ്ദത്തിന് വഴങ്ങി കർണാടക സർക്കാർ ഭൂമി കുഴിച്ചുള്ള പരിശോധന തൽക്കാലം നിർത്തുന്നുവെന്ന് ആഭ്യന്തരമന്ത്രി G. പരമേശ്വരൻ അറിയിച്ചു.
ലഭിച്ച മൃതദേഹ ഭാഗങ്ങളുടെ ഫോറൻസിക് ഫലം കാക്കുമെന്നാണ് മന്ത്രി അറിയിച്ചത്. ഫോറൻസിക് പരിശോധനാ ഫലം ലഭിച്ച ശേഷമാകും തുടർ നടപടികൾ. നിയമസഭയിലാണ് സർക്കാർ നിലപാട് ആഭ്യന്തരമന്ത്രി വ്യക്തമാക്കിയത്. തുടരന്വേഷണത്തിൽ അന്തിമ തീരുമാനം SITക്ക് എടുക്കാമെന്നും സർക്കാർ വ്യക്തമാക്കി. മുംബൈയിലും പരിസര പ്രദേശങ്ങളിലും കനത്ത മഴ. നിരവധി പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലായി. നഗരത്തിലടക്കം വൻ ഗതാഗതക്കുരുക്ക് റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. ഇന്നലെ മാത്രം മുംബൈ നഗരത്തിൽ 54 മില്ലിമീറ്ററിലധികം മഴ രേഖപ്പെടുത്തി. ബഹിരാകാശ യാത്രികൻ ശുഭാംശു ശുക്ലയ്ക്ക് ആദരവുമായി ലോക്സഭ. ശുഭാംശുവിന്റെ യാത്ര 140 കോടി ഇന്ത്യക്കാർക്ക് അഭിമാനവും പ്രചോദനവുമെന്ന് കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് പറഞ്ഞു. പ്രത്യേക ചർച്ചയ്ക്കിടെ പ്രതിപക്ഷ ബഹളം കടുത്തതോടെ ലോക്സഭ നാളേക്ക് പിരിഞ്ഞു. പ്രതിപക്ഷ ബഹളത്തെ കടുത്ത നിരസത്തോടെയാണ് മന്ത്രി ജിതേന്ദ്ര സിംഗ് വിമർശിച്ചത്. സർക്കാരിനോടും BJPയോടും പ്രതിപക്ഷത്തിന് എതിർപ്പ് കാണിക്കാം, പക്ഷേ ശുഭാംശു ശുക്ലയോട് എന്തിനാണ് എതിർപ്പ് എന്ന് ജിതേന്ദ്ര സിംഗ് ചോദിച്ചു. ഇന്ത്യയിൽ സന്ദർശനത്തിനെത്തിയ ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യിയുമായി ഇന്ത്യൻ വിദേശകാര്യമന്ത്രി S ജയശങ്കർ ദില്ലിയിൽ കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യയും ചൈനയും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ തർക്കങ്ങളായി മാറരുതെന്ന് ചർച്ചയിൽ S ജയശങ്കർ പറഞ്ഞു. എല്ലാ രൂപത്തിലുമുള്ള ഭീകരവാദത്തിനെതിരായ പോരാട്ടം മറ്റൊരു പ്രധാന മുൻഗണനയാണ്. ഇന്ത്യയും ചൈനയും തമ്മിൽ സുസ്ഥിരവും സഹകരണപരവും ഭാവിയിലേക്കുമുള്ള ബന്ധം കെട്ടിപ്പടുക്കാൻ ചർച്ചകൾ സഹായകമാകുമെന്നും പ്രതീക്ഷിക്കുന്നുവെന്നും ഇന്ത്യയുടെ താൽപര്യങ്ങൾ നിറവേറ്റുകയും ആശങ്കകൾ പരിഹരിക്കുകയും ചെയ്യുമെന്നും ജയശങ്കർ പറഞ്ഞു. ഫ്ലോറിഡയിലെ ടേൺപൈക്കിൽ ഒരു സെമി ട്രക്ക് നിയമവിരുദ്ധമായി യു-ടേൺ എടുത്തതിനെ തുടർന്ന് ഉണ്ടായ അപകടത്തിൽ 3 പേർ മരിച്ചു. അപകടത്തിന് ശേഷം ഇന്ത്യൻ വംശജനായ ട്രക്ക് ഡ്രൈവർക്ക് നേരെ വ്യാപക വംശീയ അധിക്ഷേപം നടന്നു. സെയിന്റ് ലൂസി കൗണ്ടിയിൽ ഡേൺബൈക്കിന്റെ വടക്കുദിശയിലെ ലൈനിലാണ് അപകടം നടന്നത്. ഗ്യാസയിലെ യുദ്ധം രൂക്ഷമായിരിക്കെ വെടിനിർത്തലിനുള്ള പുതിയ കരാർ ഹമാസ് ഭേദഗതികളില്ലാതെ അംഗീകരിച്ചതായി റിപ്പോർട്ട്. ഹമാസ് വൃത്തങ്ങളെ ഉദ്ധരിച്ചാണ് അൽ ജസീറ ഇക്കാര്യം റിപ്പോർട്ട് ചെയ്യുന്നത്. തടവിലുള്ള ബന്ദികളെ മോചിപ്പിക്കാനും ധാരണയായി. ഇവരെ ഘട്ടം ഘട്ടമായി മോചിപ്പിക്കാനാണ് തീരുമാനം. 60 ദിവസത്തെ വെടിനിർത്തലിനാണ് ധാരണയായതെന്ന് BBC-യും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഖത്തറും ഈജിപ്തും US-ഉം നടത്തിയ മധ്യസ്ഥ ശ്രമങ്ങളാണ് ഫലം കണ്ടത്. ഏറെക്കാലത്തിനു ശേഷമാണ് ഗാസയിൽ താൽക്കാലികമെങ്കിലും വെടിനിർത്തൽ വരുന്നത്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി കൂടിക്കാഴ്ച നടത്തിയതിന് പിന്നാലെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുതിൻ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഫോണിൽ സംസാരിച്ചു. അലാസ്കയിൽ ട്രംപുമായി നടത്തിയ കൂടിക്കാഴ്ചയുടെ വിശദാംശങ്ങൾ പ്രസിഡന്റ് പുതിൻ മോദിയുമായി പങ്കുവച്ചതായാണ് വിവരം. വിവരങ്ങൾ കൈമാറിയതിനെ പ്രധാനമന്ത്രി മോദി പ്രസിഡന്റ് പുതിനോട് നന്ദി പറഞ്ഞു. നയത്തിന്റെയും ചർച്ചയുടെയും ഇന്ത്യ അതാണെന്ന് പറഞ്ഞു. ആഗോളതലത്തിൽ നഗരങ്ങളിലെ പ്രീമിയം വീടുകളുടെ വിലക്കയറ്റത്തിൽ ബംഗളൂരു 4ാം സ്ഥാനത്താണ്. റിയൽ എസ്റ്റേറ്റ് കൺസൾട്ടന്റ് സ്ഥാപനമായ നൈറ്റ് ഫ്രാങ്ക് തയ്യാറാക്കിയ റിപ്പോർട്ടിലാണ് ബംഗളൂരു ആദ്യ 10 ഇടം നിരക്കിയത്. മുൻ വർഷത്തെ അപേക്ഷിച്ച് വിലയിൽ 25.2% വർധനവ് രേഖപ്പെടുത്തിയ ദക്ഷിണ കൊറിയൻ തലസ്ഥാനമായ സിയോൾ ആണ് പട്ടികയിൽ മുന്നിൽ. ജപ്പാനിലെ ടോക്കിയോ 2ാം സ്ഥാനത്തും ദുബായ് 3ാം സ്ഥാനത്തുമാണ്. ഹൗസിംഗ് പ്രോപ്പർട്ടികളുടെ വില ഒരു വർഷത്തിനിടെ 10.2% ബംഗളൂരുവിൽ വർദ്ധിച്ചത്. പട്ടികയിൽ മുംബൈ 6ാം സ്ഥാനത്തും ഡൽഹി 15ാം സ്ഥാനത്തുമാണ്. മുംബൈയിൽ 8.7%, ഡൽഹിയിൽ 3.9% ഒരു വർഷത്തിനിടെ വില ഉയർന്നു. നഗരങ്ങളിൽ സമ്പന്നരുടെ എണ്ണം വർദ്ധിക്കുന്നതും പ്രീമിയം പ്ലോട്ടുകളുടെ ലഭ്യത കുറവുമാണ് ഇന്ത്യയിൽ വില അതിവേഗത്തിൽ ഉയരാൻ കാരണം. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നൊബേൽ മോഹത്തിൽ ലോകത്ത് സമാധാനം വിടരുമോ? 6 മാസത്തിനകം 6 യുദ്ധങ്ങൾ അവസാനിപ്പിച്ചെന്ന അവകാശവാദവുമായാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. 100 കണക്കിന് ബന്ദികളെ മോചിപ്പിച്ച് ഇസ്രയേലിലേക്ക് വിട്ടയച്ചത് താനാണെന്നും ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ഇല്ലാതാക്കിയതും താനാണെന്നും ട്രംപ് അവകാശപ്പെട്ടു. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുതിനുമായുള്ള കൂടിക്കാഴ്ച കഴിഞ്ഞ് യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയുമായി കൂടിക്കാഴ്ച നടത്താനിരിക്കെയാണ് ട്രംപിന്റെ പ്രതികരണം. 2009 മുൻ അമേരിക്കൻ പ്രസിഡന്റ് ബരാക് ഒബാമയ്ക്ക് നൊബേൽ സമ്മാനം ലഭിച്ചതു മുതലാണ് സമാധാനത്തിനുള്ള നൊബേൽ ട്രംപിന്റെയും സ്വപ്നമായി മാറിയതെന്നും സംസാരമുണ്ട്. റഷ്യ-യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിനായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് യുക്രൈൻ പ്രസിഡന്റ് വോളോഡിമിർ സെലൻസ്കിയുമായി നടത്തുന്ന നിർണായക കൂടിക്കാഴ്ച വൈറ്റ് ഹൌസിലെ ഓവൽ ഓഫീസിൽ. സമാധാന ശ്രമത്തിന് ട്രംപിന് നന്ദി പറഞ്ഞ സെലൻസ്കി യുദ്ധം അവസാനിപ്പിക്കാൻ സഹായം വേണമെന്നും ആവശ്യപ്പെട്ടു. സെലൻസ്കിയും പുടിനും സമാധാനം ആഗ്രഹിക്കുന്നതായും എല്ലാം നന്നായി ഭവിച്ചാൽ ഇന്ന് യുദ്ധം അവസാനിക്കുമെന്നും ട്രംപ് പറഞ്ഞു. അതേസമയം യുക്രൈനിന്റെയും റഷ്യയുടെയും പ്രസിഡന്റുമാർ തമ്മിൽ ഉഭയകക്ഷി സമാധാന ചർച്ചയ്ക്കുള്ള വഴിയൊരുങ്ങിയതായും ഇവർ തമ്മിലുള്ള കൂടിക്കാഴ്ചയ്ക്ക് പുറമെ 3 നേതാക്കളും ഒരുമിച്ചുള്ള ചർച്ചയും നടക്കുമെന്നും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചതായും റിപ്പോർട്ടുകളുണ്ട്. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാർ BJPയുടെ പാവയും വക്താവുമായെന്ന് ആരോപിച്ച് ഇന്ത്യ സഖ്യം രംഗത്ത്. ഇന്നലെ നടത്തിയ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ പ്രതിപക്ഷത്തിനെതിരായ യുദ്ധപ്രഖ്യാപനമായിരുന്നുവെന്നും ഇന്ത്യ സഖ്യ നേതാക്കൾ സംയുക്ത വാർത്താ സമ്മേളനത്തിൽ കുറ്റപ്പെടുത്തി. ഗ്യാനേഷ് കുമാറിനെ നീക്കാൻ ഇംപീച്ച്മെന്റ് നോട്ടീസ് നൽകാൻ പ്രതിപക്ഷം നീക്കം തുടങ്ങിയിട്ടുണ്ട്. വോട്ടുകൊള്ള ആരോപണത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ രൂക്ഷ വിമർശനവുമായി പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. തന്നോട് സത്യവാങ്മൂലം ചോദിച്ച കമ്മീഷന്റെ സത്യവാങ്മൂലത്തിനായി രാജ്യം കാത്തിരിക്കുകയാണെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഇന്ത്യൻ ജനത പാഠം പഠിപ്പിക്കുമെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. മോഷണം കൈയോടെ പിടികൂടിയെന്നും വിഷയത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മറുപടി പറഞ്ഞേ മതിയാവൂ എന്നും രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടു.
എല്ലാ സംസ്ഥാനങ്ങളിലെയും ക്രമക്കേടുകൾ പുറത്തു കൊണ്ടുവരുമെന്നും ബീഹാറിലെ ഗയയിലെ റാലിയിൽ രാഹുൽ ഗാന്ധി പറഞ്ഞു. അതേസമയം രാഹുൽ ഗാന്ധി നയിക്കുന്ന വോട്ടർ അധികാർ യാത്ര ഇന്ന് 3-ാം ദിവസത്തിലേക്ക് കടക്കും. വസീർഗഞ്ചിലെ പുനാമയിൽ തുടങ്ങി ബർബിഗഹിൽ അവസാനിക്കും വിധമാണ് യാത്രയുടെ പദ്ധതി. CCTVകൾ സ്ഥാപിക്കുന്നതിന് മുമ്പ് നിങ്ങൾ സ്ത്രീകളുടെ അനുവാദം വാങ്ങിയിരുന്നോ എന്ന് നടൻ പ്രകാശ് രാജ്. വോട്ട് ചോറി ആരോപണം ഉന്നയിച്ച് CCTV ദൃശ്യങ്ങൾ ആവശ്യപ്പെട്ട പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയ മറുപടിക്കെതിരെ പ്രതികരിക്കുകയായിരുന്നു പ്രകാശ് രാജ്. പോളിംഗ് ബൂത്ത് വസ്ത്രം മാറുന്ന പൊടിയല്ല, നിങ്ങളുടെ സൗകര്യപൂർവ്വമുള്ള ഒഴിവുകഴിവുകളിൽ ഞങ്ങൾക്ക് താൽപ്പര്യമില്ല എന്നും ഞങ്ങൾക്കാവശ്യം സുതാര്യതയാണെന്നും പ്രകാശ് രാജ് എക്സിൽ കുറിച്ചു. അമ്മമാരും പെൺമക്കളും മരുമക്കളും വോട്ട് ചെയ്യുന്ന CCTV ദൃശ്യങ്ങൾ പങ്കുവയ്ക്കണോ എന്ന് കഴിഞ്ഞ ദിവസത്തെ വാർത്താസമ്മേളനത്തിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാർ ചോദിച്ചിരുന്നു. ഇതിനു മറുചോദ്യമായാണ് പ്രകാശ് രാജ് രംഗത്തെത്തിയത്. CPMനെ പിടിച്ചുകുലുക്കുന്ന കത്ത് ചോർച്ചാ വിവാദത്തിൽ ആരോപണങ്ങൾക്ക് മറുപടിയുമായി രാജേഷ് കൃഷ്ണ ഫേസ്ബുക്കിലൂടെ തുറന്നടിച്ചു. വ്യവസായി മുഹമ്മദ് ഷർസാദിനെതിരെയാണ് രാജേഷ് കൃഷ്ണ ഫേസ്ബുക്കിലൂടെ തുറന്നടിച്ചത്. പുറത്തുവന്ന കത്ത് രഹസ്യരേഖയല്ല, ഷർസാദ് തന്നെ സമൂഹമാധ്യമങ്ങളിലൂടെ കത്ത് പങ്കുവച്ചിരുന്നു. തെളിവില്ലാതെ ആരോപണങ്ങളാണ് ഉന്നയിക്കുന്നതെന്നും താൻ ഇപ്പോഴും CPM അംഗമാണെന്നും ഏത് അന്വേഷണത്തെയും സ്വാഗതം ചെയ്യുന്നുവെന്നും രാജേഷ് കൃഷ്ണ ഫേസ്ബുക്കിൽ കുറിച്ചു. CPMലെ പുതിയ കത്ത് വിവാദത്തിൽ പ്രതികരണവുമായി ഷർസാദിന്റെ മുൻ ഭാര്യ രത്തീന. ഷർസാദിന്റെ വാദങ്ങൾ തള്ളിയാണ് മുൻ ഭാര്യയുടെ പ്രതികരണം. ഇപ്പോഴത്തെ വിവാദം കുടുംബവഴക്കുമായി ബന്ധപ്പെട്ടതാണ്. MV ഗോവിന്ദരും മകരുമായി തനിക്ക് പരിചയമില്ലെന്നും രത്തീന ഫേസ്ബുക്ക് കുറിപ്പിൽ പറഞ്ഞു. തോമസ് ഐസക് ഇടപെട്ടത് വീടിന് ജപ്തി ഭീഷണി വന്നപ്പോഴാണ്. തോമസ് ഐസക് ഇടപെട്ട സാവകാശം നൽകിയിട്ടും ഷർസാദ് പണമടയ്ക്കാതെ മുങ്ങിയെന്നും രത്തീന ഫേസ്ബുക്ക് പോസ്റ്റിൽ വ്യക്തമാക്കുന്നു. CPM കത്ത് വിവാദത്തിൽ പ്രതികരണവുമായി പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ആരോപണ വിധേയനായ ആളെ എല്ലാവർക്കും അറിയാമെന്നും മദ്രാസിലൊരു കമ്പനിയുണ്ടാക്കി അതിലേക്ക് പണം സമാഹരിച്ചിരുന്നുവെന്നും ഹവാലയും റിവേഴ്സ് ഹവാലയും ഉണ്ടെന്നും VD സതീശൻ പറഞ്ഞു. CPMലെ പരാതി കത്ത് ചോർച്ച വിവാദവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞുമാറി MP രാജേഷ്. 4 കൊല്ലമായി വാട്സപ്പിൽ കറങ്ങുന്ന കത്താണിപ്പോൾ വിവാദമാക്കുന്നതെന്ന് MP രാജേഷ് പരിഹസിച്ചു. രാജേഷ് കൃഷ്ണയെ അറിയാമോ എന്ന ചോദ്യത്തിന്റെ ഉദ്ദേശം മനസ്സിലായെന്നും തലക്കെട്ടുണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നില്ലെന്നുമായിരുന്നു മന്ത്രിയുടെ പ്രതികരണം. CPMലെ പുതിയ കത്ത് വിവാദത്തിൽ പ്രതികരണവുമായി മന്ത്രി R ബിന്ദുവും തോമസ് ഐസക്കും. തലശ്ശേരിയിലെ വ്യവസായിയുടെ വെളിപ്പെടുത്തൽ എല്ലാം അസംബന്ധമാണെന്നും ആരോപണങ്ങൾ പിൻവലിച്ചില്ലെങ്കിൽ നിയമ നടപടി സ്വീകരിക്കുമെന്നും തോമസ് ഐസക് പറഞ്ഞു. വിവാദ കത്ത് ചോർന്നു കിട്ടിയെന്നാണ് പറയുന്നത്. ആരോപണം ഉന്നയിച്ചയാൾ തന്നെ മാസങ്ങൾക്ക് മുൻപ് ഫേസ്ബുക്കിലിട്ട കത്തല്ലേ അതെന്ന് ചോദിച്ച് തോമസ് ഐസക് രാജേഷ് കൃഷ്ണയെ അറിയാമെന്നും വിളിച്ചിട്ടുണ്ടെന്നും വ്യക്തമാക്കി. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് PP ദിവ്യയ്ക്കെതിരെ KSU സംസ്ഥാന വൈസ് പ്രസിഡന്റ് മുഹമ്മദ് ഷമാസ് നൽകിയ പരാതിയിൽ വിജിലൻസ് എന്ത് നടപടി സ്വീകരിച്ചുവെന്ന് ഹൈക്കോടതി. പരാതിക്കാരൻ വിജിലൻസിന് നൽകിയ പരാതിയിൽ എന്ത് നടപടിയെടുത്തുവെന്ന് കോടതി ചോദിച്ചു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ സർക്കാരിന്റെ മരണാനന്തര അവയവദാന ഏജൻസിയായ സോട്ടോയെ വിമർശിച്ച തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് നെഫ്രോളജി വിഭാഗം മേധാവി ഡോക്ടർ മോഹൻദാസിന് മെമ്മോ നൽകി മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ. സമൂഹമാധ്യമങ്ങളിലൂടെ തുറന്നുപറച്ചിൽ നടത്തിയ വിഭാഗ മേധാവിക്കാണ് മെമ്മോ നൽകിയിരിക്കുന്നത്. സോട്ടോ പൂർണ്ണ പരാജയമെന്നായിരുന്നു ഡോക്ടറുടെ വിമർശനം. സംഭവം വിവാദമായതിനു പിന്നാലെ വിഭാഗ മേധാവി ക്ഷമാപണം നടത്തി. സമൂഹമാധ്യമങ്ങളിൽ പ്രതികരണം നടത്തിയില്ല എന്ന് മെമ്മോയ്ക്ക് വിഭാഗ മേധാവി മറുപടി നൽകി. ഡിജിറ്റലും സാങ്കേതിക സർവകലാശാല VC നിയമനവുമായി ബന്ധപ്പെട്ട് റിട്ടയർഡ് ജഡ്ജി സുധാംശു ധൂലിയെ സെർച്ച് കമ്മിറ്റി ചെയർപേഴ്സണാക്കി ഉത്തരവിട്ട സുപ്രീം കോടതി. ജഡ്ജിയെ സെർച്ച് കമ്മിറ്റിയുടെ ചെയർപേഴ്സണാക്കണമെന്ന് കേരളം കോടതിയിൽ ആവശ്യപ്പെട്ടിരുന്നു. നിലവിൽ കേരളത്തിന്റെ ആവശ്യം കോടതി അംഗീകരിച്ചിരിക്കുകയാണ്. കേരള സർവകലാശാല യൂണിയൻ ഉദ്ഘാടനത്തിലും വിവാദം. പരിപാടിയിൽ രജിസ്ട്രാറായി പങ്കെടുക്കുക ഡോക്ടർ KS അനിൽകുമാറാണ്. ഇദ്ദേഹത്തിന്റെ പേരാണ് സർവകലാശാല വിദ്യാർത്ഥി യൂണിയൻ ഭാരവാഹികൾ പരിപാടിയുടെ നോട്ടീസിൽ ഉൾപ്പെടുത്തിയത്. VC മോഹനൻ കുന്നുമല്ലിനും പരിപാടിയിലേക്ക് ക്ഷണമുണ്ട്. രജിസ്ട്രാർ ഇൻചാർജ് മിനി കാപ്പനെ പരിപാടിയുടെ നോട്ടീസിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ഇവരെ പരിപാടിയിലേക്ക് ക്ഷണിച്ചിട്ടുമില്ല എന്നാണ് വിവരം. കണ്ണൂർ കുണ്ടംകുഴി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹെഡ്മാസ്റ്റർ 10ാം ക്ലാസ് വിദ്യാർത്ഥിയുടെ കർണപടം അടിച്ചു പൊട്ടിച്ച സംഭവത്തിൽ ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടർ റിപ്പോർട്ട് സമർപ്പിച്ചു. പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്കാണ് റിപ്പോർട്ട് സമർപ്പിച്ചത്. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഹെഡ്മാസ്റ്ററെ അശോകിനെതിരെ നടപടിയുണ്ടായേക്കും. അതിനിടയിൽ സംഭവത്തിൽ ബാലാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. ഉണ്ണിത്താൻ വധശ്രമ കേസിലെ മുൻ പ്രതിയും IPS ഉദ്യോഗസ്ഥനുമായ അബ്ദുൾ റഷീദിനെതിരെ പരാതിയുമായി 3 പ്രതികൾ രംഗത്ത്. കേസിന് ഹാജരാകുമ്പോൾ പ്രതികളെയും സാക്ഷികളെയും അബ്ദുൾ റഷീദ് ഭീഷണിപ്പെടുത്തുന്നു എന്നാണ് പ്രതികളുടെ പരാതി. ഇപ്പോൾ അഭിഭാഷകനായ അബ്ദുൾ റഷീദ് കേസ് പരിഗണിക്കുമ്പോൾ നിരന്തരം കോടതിയിലെത്തുന്നുവെന്ന് പ്രതികളുടെ പരാതിയിൽ പറയുന്നു. കോഴിക്കോട് ജില്ലയിൽ വീണ്ടും അമീബിക് മസ്തിഷ്ക ജ്വരം രോഗബാധ കണ്ടെത്തിയ സാഹചര്യത്തിൽ ജില്ലയിൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയ ആരോഗ്യവകുപ്പ്. ജില്ലയിൽ അമീബിക് മസ്തിഷ്ക ജ്വരം ഇടയ്ക്കിടെ റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിൽ ആരോഗ്യവകുപ്പ് നൽകുന്ന നിർദ്ദേശങ്ങൾ പാലിക്കണമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ KK രാജാറാം അറിയിച്ചു. ശബരിമല തീർത്ഥാടനത്തോടനുബന്ധിച്ച് വിപുലമായ ആരോഗ്യ സേവനങ്ങൾ ഒരുക്കാൻ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജിന്റെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിൽ തീരുമാനമായി. ആക്ഷൻ പ്ലാൻ അനുസരിച്ച് ശബരിമലയുമായി ബന്ധപ്പെട്ട എല്ലാ ആശുപത്രികളിലെയും മെയിന്റനൻസ് ജോലികൾ വേഗത്തിൽ പൂർത്തിയാക്കാൻ നിർദ്ദേശം നൽകി. ശക്തമായ മഴ തുടർന്ന്
തുടർന്ന് പാലക്കാട് ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി പ്രഖ്യാപിച്ചു. പാലക്കാട് ജില്ലയിലെ സ്കൂളുകൾ, അങ്കണവാടി, മദ്രസ, ട്യൂഷൻ സെന്ററുകൾക്കാണ് പാലക്കാട് ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചത്. ശക്തമായ മഴ തുടരുന്നതിനാൽ ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചു. യഥാർത്ഥ കേരള സ്റ്റോറിയുടെ നായകനാണ് MA അബ്ദുള്ള മൗലവി ബാഖവിയെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MP രാജേഷ്. 105-ാം വയസ്സിൽ ഡിജിറ്റൽ സാക്ഷരത നേടിയ എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂർ അശമനൂർ ഗ്രാമപഞ്ചായത്തിലെ ഓടക്കാലി സ്വദേശിയായ MA അബ്ദുള്ള മൗലവി ബാഖവിയെ സന്ദർശിച്ചതിനുശേഷം സംസാരിച്ചു വരികയായിരുന്നു അദ്ദേഹം.